കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ടൊരു ആദിവാസി ജനസമൂഹമാണ് മലവേട്ടുവർ. ചിറമന്മാർ, വേട്ടുവർ, ചെറവർ എന്നും ഇവർ അറിയപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ വേട്ടുവർ എന്നറിയപ്പെട്ടിരുന്ന ഇവർ മലയിൽ താമസിച്ചിരുന്നവർ എന്ന അർത്ഥത്തിലാണ് പിൽക്കാലത്ത് മലവേട്ടുവറായി മാറിയത്. നായാട്ടിലും വേട്ടയാടലിലും അതിസമർത്ഥരായിരുന്നതിനാലാണ് വേട്ടുവർ എന്ന വിളിപ്പേരു ലഭിച്ചതെന്നാണ് കരുതുന്നത്. കാടുകളിൽ വേട്ടയ്ക്ക് പോകുന്ന സമയങ്ങളിൽ നായകളായിരുന്നു ഇവരുടെ സഹയാത്രികർ. മാവിലന്മാരുടെയും ഇവരുടെയും ജീവിത രീതികൾ ഏകദേശം ഒന്നുതന്നെയാണ്. മാവിലരുമായി ഏറെ സാദൃശ്യമുള്ള സമുദായമാണിത്. ആദ്യകാല ജീവിതം കാടിനെ ആശ്രയിച്ചു തന്നെയായിരുന്നു. കാട്ടുവിഭവങ്ങളായ നര, ചാമ, കുരുണ്ട്, കേത തുടങ്ങിയവയൊക്കെ ഇവ ഭക്ഷിക്കുമായിരുന്നു. ചോളം, തിന, നെല്ല്, മുതിര, വരക് എന്നിവ ഇവർ കൃഷി ചെയ്തിരുന്നു. നായ്ക്കന്മാരുടെ പോലെ പുനംകൃഷി ചെയ്യാനും ഇവർ ശ്രമിച്ചിരുന്നു. മലയാളം സംസാരിക്കുമെങ്കിലും ഇവർക്ക് ഇവരുടേതായ ഭാഷയുണ്ട്. പ്രത്യേക ലിപിയോ പേരോ ഇല്ലാത്ത ഈ ഭാഷയ്ക്ക് തുളുഭാഷയോട് സാമ്യമുണ്ട്. ഏറെ പ്രാകൃതമായൊരു മലയാളമാണിത്. മാവിലരുടെ ഭാഷയിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഈ ഭാഷ. ഭാഷയിലും സംസ്കാരത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും തനിമ നിലനിർത്താനിവർ ശ്രമിക്കുന്നു. കോളനികളായാണ് ഇവരുടെ വീടുകൾ കണ്ടുവരുന്നത്. ഇവരുടെ നിത്യജീവിതവുമായി ഇണചേർന്നു കിടക്കുന്ന നിരവധി പാട്ടുകളുണ്ട്. ആദ്യകാല ജീവിത രീതി മനസ്സിലാക്കുവാൻ ഏറെ ഉപകരിക്കുന്നവയാണവ. അത് മലവേട്ട് ആദിവാസി എന്ന് പറയും. ഞങ്ങളുടെ സമുദായത്തിലെ ഇത് അതിനിപ്പോൾ മാറ്റം വന്നു. മല വേട്ടുവനാക്കി. പണ്ട് വേട്ടുവൻ, ഇപ്പോൾ മല വേട്ടുവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നര, കുറുണ്ട്, ചാവ ഇതെല്ലാം പറ്റ ഞങ്ങൾ തിന്നിട്ടാണ് ജീവിക്കുന്നത്. ആ മലയിലാണ് ഞങ്ങൾ പണ്ട് ജീവിച്ചുകൊണ്ടുണ്ടായത്. മലവേട്ടുവരുടെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് മംഗലംകളി. കല്യാണപ്പന്തലിലെ ആഘോഷമായാണ് ഇത് കളിക്കുന്നത്. മംഗലംകളിക്ക് തുടി മാത്രമാണ് വാദ്യോപകരണമായി ഉപയോഗിക്കുന്നത്. മറ്റ് കലാരൂപങ്ങളിൽ നിന്നും വിഭിന്നമായി പാട്ടുപാടുന്നയാൾ തന്നെ വാദ്യം ഉപയോഗിക്കുകയും ചുവടുകൾ വയ്ക്കുകയും ചെയ്യുന്നത് മംഗലംകളിയുടെ ഒരു പ്രത്യേകതയാണ്. മലവേട്ടുവരുടെ തനതു ഭാഷയാണ് മംഗലംകളിയിലെ പാട്ടിലെ ഭാഷയും. പണ്ടുകാലങ്ങളിൽ കല്യാണ വീടുകളിൽ ഒത്തുകൂടുന്ന യുവാക്കളും യുവതികളുമെല്ലാം അന്നത്തെ അവരുടെ പ്രധാന ലഹരിപാനീയമായ റാക്കു കുടിച്ച് മംഗലംകളിപ്പാട്ടിന് താളം പിടിച്ച് ചുവടുവയ്ക്കുന്നത് ഒരു നിത്യസംഭവമാണ്. മംഗലംകളിയുടെ പ്രധാന വാദ്യോപകരണമായ തൊടിയുടെ നിർമ്മാണവും ഇവർ ഒരു കൈത്തൊഴിലായി ചെയ്തു വരുന്നു. തടിയും
ആട്, എരുമ, പോത്ത് മുതലായ മൃഗങ്ങളുടെ തൊലിയും ഉപയോഗിച്ചാണ് തുടി നിർമ്മിക്കുന്നത്. ഇതിനായി മാന്ത് കത്തി പോലുള്ള പ്രത്യേകതരം ആയുധങ്ങളും ഉപയോഗിക്കുന്നു. ഈ തുടിക്കാൻ 10-15 ഉറുപ്പിക കൊടുക്കണം. ഒരു തുടി ഇപ്പോൾ നമുക്ക് 2-3 ആഴ്ചയിലാണ്ട് നമുക്ക് ആവില്ല. അതിൻ്റെ ചിലവ് ഇതെല്ലാം കണക്കൂട്ടി നമ്മൾ വീട്ടിൽ നിന്നാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അത് പിന്നെ കണക്കൂട്ടലില്ലല്ലോ. ഇത് കാണുമ്പോൾ എളുപ്പമായി. ഇതിപ്പോൾ തുറക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തെല്ലാം നമുക്ക് ചെറുത്തിട്ട് ലെവലാക്കാം. ഇത് കളർ കൊടുക്കണം. ഇപ്പോൾ പോയിട്ട് അതിന് മേയ്ക്കൊണ്ട് വന്നിട്ട് ഇതിൻ്റെ ഫാനുണ്ടല്ലോ അടിക്കണം. കാടൊന്നും പണിയേ കാണുന്നില്ല ആരും. ഇപ്പോൾ കാണുമ്പോൾ എന്ത് പണിയുണ്ടോ? ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാന്ത് കത്തിയോട് വലിക്കാന്ന് പണി. നാട്ടിൻ്റെ വിൽപ്പാറ് പോകും. അപ്പോൾ തുടിക്ക് വില പറയുമ്പോൾ വലിയ പൈസയായി. ഓരോ സമുദായത്തിലും അവരുടേതായ തനത് കലാരൂപങ്ങളും അവയ്ക്കായി ഉപയോഗിക്കുന്ന പലതരം വാദ്യോപകരണങ്ങളുമുണ്ട്. അത്തരത്തിൽ മലവേട്ടുവ സമുദായത്തിലെ പ്രധാന കലാരൂപമായ മംഗലംകളിക്കായി ഉപയോഗിക്കുന്നത് തുടി മാത്രമാണ്. തുടിയല്ലാതെ മറ്റൊരു വാദ്യോപകരണവും മംഗലംകളിക്ക് ഉപയോഗിക്കാറില്ല. തുടി പല വലിപ്പത്തിലും വീതിയിലും നിർമ്മിക്കാറുണ്ട്. തുടിയുടെ വലിപ്പവും വീതിയും അതിലുപയോഗിച്ചിരിക്കുന്ന തോലും അനുസരിച്ച് അതിൻ്റെ ശബ്ദവും മാറുന്നു. ജീവിത സാഹചര്യം കാരണം 101 പരം ദൈവങ്ങളിൽ പകുതിയിലേറെയും ജന്മിയുടെ ആവശ്യപ്രകാരം ഉയർന്ന ജാതിക്കാർക്ക് വിൽക്കേണ്ടി വന്നു. പിന്നീട് ഈ ദൈവങ്ങളെ പല തവണകളായി മറ്റ് ജാതിക്കാർക്ക് കൈമാറ്റം ചെയ്തു. ജന്മത്വത്തിന് വഴങ്ങിയായിരുന്നു ഇവർ ജീവിച്ചു പോന്നത്. ഇവരുടെ വിശ്വാസപ്രകാരം എല്ലാ ദിവസങ്ങളിലും ഉച്ചഭക്ഷണം തയ്യാറാക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അരി മാറ്റിവെച്ച് വരുന്ന വെള്ളിയാഴ്ചയിൽ അവർ അത് പാകം ചെയ്ത് അവരുടെ കുലദൈവങ്ങൾക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസം ഈ വിഭാഗക്കാരെ പല അനർത്ഥ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കാറുണ്ട് എന്നും അവർ പറയുന്നു. ഭൂതം ഭാവി പ്രവചനങ്ങൾ നടത്താൻ മറ്റ് സമുദായങ്ങളിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് മലവേട്ടുവർ അവലംബിക്കാറുള്ളത്. തടുപ്പരാശി എന്ന് വിളിക്കുന്ന ഈ പ്രവചന മാർഗം മറ്റുള്ളവയിൽ നിന്നും വളരെ ശക്തിയേറിയതാണെന്ന് ഇവർ വിശ്വസിച്ചു പോരുന്നു. മറ്റുള്ള രാശിപ്രശ്നങ്ങൾ അപേക്ഷിച്ച് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു ആചാരമാണിത്. തങ്ങളുടെ ഗോത്രജനതയ്ക്ക് മഹാമാരികളിൽ നിന്നും മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടിക്കൊടുക്കുക, ഇത്തരം അപകടങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുക എന്നീ ലക്ഷ്യങ്ങളാണ് ഈ ആചാരത്തിന് അടിത്തറ നൽകിയത്. തടുപ്പരാശിയാണ്. തടുപ്പരാശി എന്ന് പറയുന്ന സംഭവം തടുപ്പലെല്ലാം ജനിപ്പിച്ചിട്ട് വലിയ രാശിയാണ്. അതാണ് മെയിൻ. അത് ഭയങ്കര സത്യങ്ങളെല്ലാം തടുപ്പല വരില്ല. അങ്ങനത്തെ ഒരു രാശിയാണ്. അതെല്ലാം കണ്ടിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ അത് ഈ രാശി പിന്നെ അതിൽ കുറേ അറിവുകൾ തെയ്യത്തിനെ കുറിച്ചിട്ട് പറയുന്ന അവരെല്ലാം പഠനം നടത്തിയിട്ട് രാശി കാര്യങ്ങൾ കാരണം നമ്മളിപ്പോൾ എല്ലായിടത്തും രാശി ഉണ്ട്. പക്ഷെ നമ്മൾ തലപ്പരാശി എന്നാണ് പറയുന്നത്. തലപ്പരാശി നമുക്ക് ഭയങ്കര പറ്റില്ല. അതെല്ലാം വെച്ച് അവരെ ദൈവങ്ങൾ. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ എന്ന് പറയുന്നത് ആ രാശി വെക്കുന്നവർക്ക് കൂടുതൽ അറിയും. തടുപ്പരാശി പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഒരുമിച്ച് ഒന്നിനു മുകളിൽ ഒന്നായി വയ്ക്കുന്ന തടുപ്പുകൾ വേർപെടുത്താൻ പറ്റാത്ത രീതിയിൽ പരസ്പരം കാന്തം പോലെ ഒട്ടിനിൽക്കുന്നതായും പ്രശ്നം വെച്ച ശേഷം അവ എളുപ്പത്തിൽ ഇളകി മാറുന്നതായും ഇവർ അനുഭവങ്ങളിൽ നിന്നും എടുത്തു പറയുന്നു. മന്ത്രവാദവും തെയ്യംകലയിൽ അപാര പാണ്ഡിത്യവുമുള്ളവരാണ് തടുപ്പരാശി ചെയ്തു വരുന്നത്. ദൈവത്തോട് അടുത്തു നിൽക്കുന്നവർക്ക് മാത്രമേ ഈ കർമ്മം ചെയ്തു ഫലിപ്പിക്കാൻ സാധിക്കൂ എന്ന് ഇവർ വിശ്വസിക്കുന്നു. ഭാവിയിൽ ഈ രാശി കൊണ്ട് കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു ദോഷം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടിൽ തെയ്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിയണമെങ്കിൽ രാശി വെക്കണം. രാശി എന്ന് പറയുന്നത് ഒരു തടുപ്പ് ആദ്യം അടുക്കയും വെറ്റിയും മഞ്ഞപ്പൊടിയും എല്ലാം വെച്ചിട്ട് ഒരു തടുപ്പം മൂടി വെക്കും. പിന്നത്തെ തടുപ്പ വേറെ വെക്കും. അതിൽ അരി ഇടും. എന്നിട്ട് അരി എണ്ണിട്ട് അവർ അതാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇവർ എന്ന് വെച്ചാൽ ഈ തടുപ്പിന് മീത്ത തടുപ്പ വെക്കുന്നല്ലേ, അതിന് നമ്മൾ വേറെ വെയിറ്റ് വരില്ല. ഈ തടുപ്പ 2 കൈയിട്ട് വെച്ചാൽ ഈ തടുപ്പ വരില്ല. കാരണം അപ്പോൾ അതാ ഒരു ശക്തി ഉള്ളത് കൊണ്ടല്ലേ. ചില ആൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കട്ടിൽമേ ചവിട്ടിട്ട് ആ രാശിക്കാരൻ കട്ടിൽമേ ചവിട്ടിട്ട് ഈ തടുപ്പ വലിക്കുന്നത്. എന്നിട്ടും ആ തടുപ്പ വരില്ല. അത്രയും പിടിച്ചിട്ട് കാന്തം പിടിച്ച് എനിക്ക് പിടിച്ചിട്ട്. തടുപ്പരാശിയിലെ പ്രശ്നചിന്തകൾക്ക് കരിഞ്ചാമുണ്ടിയെയും കാപ്പാളത്തിയെയും പഞ്ചുരുളിയെയും ഇവർ മുഖ്യ ദൈവമായി കാണുന്നു. ഇതിൽ പഞ്ചുരുളി ദേശവ്യത്യാസത്തിനനുസരിച്ച് മാറുന്നത് കാണാം. കാടിനെ ആശ്രയിച്ചിട്ടുള്ള ജീവിതം തന്നെയാണ് കല്ലിനെയും മരങ്ങളെയും ദൈവങ്ങളായി കാണാൻ ഇവരെ പഠിപ്പിച്ചത്. കാലങ്ങളായി ചെമ്പകമരത്തെ അവർ ആരാധിച്ചു പോരുന്നുണ്ട്. തങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനാമൂർത്തിയായ കാപ്പാളത്തിയുടെ പ്രതീകമായാണ് ചെമ്പകത്തെ ഇവർ ആരാധിച്ചു പോരുന്നത്. പണ്ടുകാലങ്ങളിൽ വീട്ടുമുറ്റത്ത് തുളസിത്തറ ഉണ്ടായിരുന്നതുപോലെ ഇവരുടെ ഓരോ വീടുകളുടെയും പുറത്തു നിർമ്മിക്കുന്ന പടിഞ്ഞാറ്റയിൽ തങ്ങളുടെ ആരാധനാമൂർത്തിയെ പ്രതിഷ്ഠിക്കുന്നതിനൊപ്പം അവിടെ തന്നെ ചെമ്പകം നട്ടുവളർത്തുന്നത് ഇന്നും കാണാനാകും.
ദൈവങ്ങൾക്ക് വെക്കുന്നത് എപ്പോ പണ്ട് എങ്ങനെ ഉണ്ടോ അതേമാതിരി വെക്കും. ഞങ്ങൾ 4 ചിറ്റില മുക്കി വെച്ചെങ്കിൽ അവിടെ പ്രാർത്ഥനയാക്കി ദൃശ്യം അവിടെ ഇടും. ദൈവത്തിൻ്റെ പിന്നെ മെയിന് അത് ആചാരം വെച്ചാൽ തെയ്യത്തിനെ കുറിച്ച് അതേ ഉള്ളൂ. അത് പിന്നെ നമുക്ക് കൂടുതലെന്ന് വെച്ചാൽ അതിനെ കുറിച്ചിട്ട് നമുക്ക് ആ നേരിട്ട് അനുഭവിച്ചാറുന്ന കാര്യങ്ങളില്ല. നമുക്കത് വായോട് പറയുമ്പോൾ നമുക്കത് ചിലപ്പോൾ എല്ലാം നമുക്കൊന്നും അതിനെ കുറിച്ച് തെയ്യത്തിനോട് അർത്ഥാക്കാക്ക കറ്റ് പിടിച്ച് കുടിയനും ഓരോ വെച്ച് കൊടുക്കാനും പിന്നെ നമ്മൾ ഇല കീറിട്ട് മദ്യത്തിൽ മുക്കിയിട്ട് വെക്കലുണ്ട്. നമ്മളവിടെ എന്തോ ദൈവത്തിന് മലരും അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ ചോറ് വെച്ച ഈ തെയ്യത്തിന് വെച്ച ചോറും കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ച് വിളമ്പുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ആത്മാക്കൾക്ക് അവർക്കെല്ലാം വേറെ വേറെ വെക്കുന്നുണ്ട്. അവരങ്ങനെ ആ രീതിക്ക് വെക്കുന്നുണ്ട്. അപ്പം അതെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് വന്നെങ്കിൽ മാത്രം അതിന് കൂടുതൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് പഠിക്കണമെന്നുണ്ട്. പക്ഷെ അത് പഠിക്കണമെങ്കിൽ കുറേ പണിയുണ്ട്. എന്ന് വെച്ചാൽ ദൈവങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണം. മരണാനന്തര ചടങ്ങുകളിൽ ആത്മാവിനെ ആവാഹിക്കുകയും അതിനെ മറ്റൊരു വ്യക്തിയുടെ ദേഹത്ത് കയറ്റി സംസാരിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ യുക്തിചിന്തയ്ക്ക് അതീതമായ ആവാഹന കർമ്മങ്ങൾ ഈ സമുദായക്കാർ നടത്തിവരുന്നുണ്ട്. മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവിനെ ആവാഹിക്കാനായി ദിവസങ്ങളോളം ചിതയ്ക്കരികിൽ കഴിയുകയും ആത്മാവിനെ ആവാഹിച്ച് കൂടെയുള്ള ആരുടെയെങ്കിലും ശരീരത്തിൽ കയറ്റി മരിച്ചയാളുടെ കുടുംബത്തിന് ചോദിക്കാനുള്ളത് അയാളോട് ചോദിക്കുകയും ചെയ്യുന്നതാണ് ഈ കർമ്മം. ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ശവമടക്ക് കഴിഞ്ഞ ശേഷം 3-ാം ദിവസം ദഹിപ്പിച്ച സ്ഥലത്ത് ചെന്ന് കരികൂട്ടൽ ചടങ്ങ് നടത്തുന്നു. ആത്മാവിനെ ആവാഹിക്കുന്ന ചടങ്ങാണിത്. ഇത്തരത്തിൽ ആവാഹിക്കുന്ന ആത്മാവിനെ അണുങ്ങ് എന്നാണ് വിളിക്കുന്നത്. കരികൂട്ടൽ ചടങ്ങിന് മരിച്ച ആളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും അവിടെ എത്തിച്ചേരും. മരിച്ചു പോയ തങ്ങളുടെ സഹോദരനെ അവസാനമായി ഒരിക്കൽ കൂടി ജീവനുള്ള മറ്റൊരു ശരീരത്തിലൂടെ കാണാൻ. ഒരാളുടെ ശരീരത്തിലേക്ക് അണുങ്ങ് കയറിക്കഴിഞ്ഞാൽ അയാൾ ആ മരിച്ചുപോയ വ്യക്തി എങ്ങനെ പെരുമാറുമോ ആ രീതിയിൽ തന്നെ പെരുമാറുകയും അതേസമയം ഒരു സാധാരണ മനുഷ്യനേക്കാൾ ഇരട്ടി ശാരീരിക ബലം അയാളിൽ കാണാനും സാധിക്കും. മരിച്ച വ്യക്തിക്കുണ്ടായിരുന്ന എല്ലാ ദുശീലങ്ങളും ബുദ്ധിമുട്ടുകളും അവയെല്ലാം ആ ശരീരത്തിൽ പ്രകടമാകും. ശ്മശാനത്തിൽ നിന്നും ഒരു ശരീരത്തെ സ്വീകരിച്ച ശേഷം സ്വന്തം വീട്ടിലേക്ക് പോകുന്ന അണുങ്ങ് തൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറുകയും അവരോടെല്ലാം കുശലം ചോദിക്കുകയും പഴയ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. അതോടൊപ്പം എങ്ങനെ മരിച്ചെന്നുള്ള കാര്യവും ഇനി കൊലപാതകമോ അതോ ആത്മഹത്യയോ ആണെങ്കിൽ അതിനെക്കുറിച്ച് ആ ആത്മാവ് സംസാരിക്കുകയും ചെയ്യുന്നു. എന്ത് സംഭവിച്ചാലും ഈ ആചാരം കാലങ്ങളോളം നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യകതയായി ഇവർ കാണുന്നു. മെയിനായിട്ടുള്ളത് ഇപ്പോൾ മരണത്തിൻ്റെ കാര്യം. അത് ഏടില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഇല്ല. കാരണം ഞങ്ങൾ മരിച്ചിട്ടാകുമ്പോൾ മരിച്ചിട്ടാകുമ്പോൾ നമ്മൾ പല ബെറിലെ കത്തിക്കണേ. ഇപ്പോൾ കറണ്ടായി അത് കത്തിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിലപ്പോൾ 3-ാം ദിവസം അല്ലെങ്കിൽ 7-ാം ദിവസം ഞങ്ങൾ കരി കൂട്ടാൻ വേണ്ടി പോകും. ദഹിപ്പിച്ചിട്ട് ആ കരി കൂട്ടാൻ വേണ്ടി പോകും. അപ്പം അന്ന് നമ്മളെല്ലാ ബന്ധുക്കളും എല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ അന്നത്തെ ഞങ്ങളെ ചടങ്ങുന്ന വെറൈറ്റി ആയിട്ടുള്ള ചടങ്ങാണ്. എന്ന് വെച്ചാൽ നമ്മൾ അന്ന് ആ കരി കൂട്ടാൻ പോയ അന്ന് കാരണം നമുക്ക് കത്തിച്ചന്ന് ഞങ്ങൾ പ്രാർത്ഥന നടത്തി വരും. കത്തിച്ചന്ന് എല്ലാം കത്തി കഴിഞ്ഞ് ഞങ്ങൾ ഈ ഓലയുണ്ട് അവിടെ പ്രാർത്ഥിച്ചിട്ട് വരും. ഞങ്ങൾ 3-ാം ദിവസം അല്ലെങ്കിൽ 7-ാമത്തെ ദിവസം പോകും. ആ പോയിട്ട് ഞങ്ങൾ അവിടെ പ്രാർത്ഥന നടത്തും. അവിടെ ഞങ്ങൾ ഈ മരിച്ച ആളില്ലേ ആ മരിച്ച ആളെ റിട്ടേൺ എടുക്കുന്ന ആത്മാവിനെ മറ്റൊരാളെ ശരീരത്തിലേക്ക് മറ്റൊരാളെ ശരീരത്തിൽ കയറ്റുന്നത് ആ മരിച്ചില്ല. ആ മരിച്ച ആൾ മറ്റൊരാളെ ശരീരത്തിൽ കൂടും. ആ മരിച്ച ആൾ ആ ശരീരത്തിൽ കൂട്ടി വീട്ടിൽ ഞങ്ങൾ റിട്ടേൺ കൊണ്ടുവരും. വീടിൻ്റെ ഉള്ളിൽ കയറ്റും. ഇപ്പോൾ സാധാരണ ഒരാളെ ഒരു 2-3 ആളെ പിടിച്ചാൽ ഇതിന് അയാൾ 5-6 ആൾ വേണ്ടി വരും പിടിക്കാൻ. കാരണം അത്രയ്ക്കും റിയാക്ഷൻ ആയിരിക്കും അയാൾ. ശരീരം പറയും പിന്നെ ബലമായിരിക്കും, നല്ല ശക്തിയായിരിക്കും. ആ രീതിക്ക് എന്നിട്ട് അയാൾ ഇങ്ങനെ മരിച്ചു അല്ലെങ്കിൽ നമുക്ക് ഓരോ ഈ നേർച്ച കാര്യങ്ങളിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ തെയ്യത്തിൻ്റെ കയ്യിലുണ്ടാവും. ചിലപ്പോൾ കൊന്നതാണെങ്കിൽ പോലും ഇതിൽ ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ കൊന്നത് ഇല്ലെങ്കിൽ ഞാൻ മരിക്കാൻ സാഹചര്യം എന്തെന്നുള്ളത് അതെല്ലാം അയാൾ മരിച്ചാലും നമ്മൾ ആ ഒരു ചടങ്ങ് നിലനിർത്തി കൊണ്ടുപോകും. അണുങ്ങ് സ്വന്തം ശരീരത്തിൽ പ്രവേശിച്ചതിൻ്റെ അനുഭവവും ഇവർ പങ്കുവയ്ക്കുന്നു. വീടിന് താഴെ കുണ്ടിലൊക്കെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾ ചെറിയ പിള്ളമാർ ഒരു വക ഒരു 10 വയസ്സില്ല. അവർ പണ്ടത്തെ മൂപ്പന്മാർ ഫുൾ എല്ലാവരും ഉണ്ട്. ഇപ്പം എല്ലാവരും പോയി. അപ്പോൾ അന്നത്തെ നമുക്ക് ഈ കാട്ടിലേക്ക് ചുട്ടുകാട്ടിലൊക്കെ പോകുന്നത് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. അണുങ്ങിനെ പേടി, ഭയങ്കര പേടി. നമുക്ക് പിടിച്ചാണ്ട ഇപ്പഴെ പിടിക്കുന്നത് നമുക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ വലിയ തിട്ടുണ്ട്. തിട്ടര മുകളിൽ ഞങ്ങൾക്ക് പിടിച്ചാണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിട്ടര മുകളിലുണ്ടായത്. എടാ മീത്ത
ബാക്കിയെല്ലാവരും ആടെ മുക്കി വെക്കണം റാക്ക് സാരം കൊണ്ടിട്ട് ആടെ മുക്കി വെക്കണം താഴെ. ആടെ പ്രാർത്ഥന ചെയ്യണം. വേഗം ഇനി കുളിക്കും കടലിലേക്ക് ഞങ്ങൾ വന്നു. കുളിക്കും കടലിലേക്ക് അവിടെ നിന്ന് കുളിച്ച് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകേണ്ടത്. പെട്ടെന്ന് എത്ര പെട്ടെന്ന് ആർക്ക് നിനക്ക് പിടിക്കാൻ താല്പര്യമുണ്ട് അവർക്ക് പെട്ടെന്ന് സമയം കാലം വയ്ക്കാണ്ട് പിടിക്കണം. അപ്പോൾക്ക് സത്യമായി നമ്മൾ വിത്തുള്ള പേടിച്ച അവർക്ക് ഞമ്മക്കത്. പ്രാചീന കാലം മുതൽക്കേ മനുഷ്യർ കൂട്ടമായി ജീവിച്ചിരുന്നതിൻ്റെ തെളിവുകൾ ഈ പ്രദേശത്ത് കാണാൻ സാധിക്കും. ശിലായുഗത്തിൽ ഒരുമിച്ച് ജീവിച്ചിരുന്ന മനുഷ്യർ പല ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച കുഴികളും കൽശിലകളും മുതൽ ചരിത്രം ബാക്കിവെച്ച സ്മാരകങ്ങളായ കുടക്കല്ലുകളും ബ്രിട്ടീഷുകാരുടെ കയ്യിലകപ്പെടാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഗുഹകളും ഇവിടെ അവശേഷിക്കുന്നു. അതായത് ഈ ഗോത്ര സമൂഹം പിന്നീട് ഇവർ തീ കണ്ടുപിടിച്ചു. കല്ല് തമ്മിൽ വരച്ചുന്ന സമയത്ത് തീ ഉണ്ടാകുന്നത് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ തീയിൽ വീണ മാംസം ഉണ്ടല്ലോ, അല്ലെ തീയിലെറിഞ്ഞ മാംസം വെന്ത് അതിനെ തിന്നുമ്പോൾ നല്ല സ്വാദ് അവർക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ആ തീയിൽ വെന്ത് ആയ മാംസം അവർ ഈ കാട്ടിൽ നിന്ന് കിട്ടിയ കാട്ടുമുളക്, കാന്താരി ഇങ്ങനെയുള്ള മുളകുമായിട്ട് ഇതിനകത്തിട്ട് ഇടിച്ച് അവർ ഭക്ഷണത്തിന് ഒന്നിച്ച് കഴിക്കുക. കാലത്ത് ഗോത്രജന വിഭാഗങ്ങൾ ഇത് ഉണക്ക് മാംസങ്ങൾ പൊടിക്കുന്നത് ഇതിനകത്ത് വെച്ചാൽ അത് ആ അറിവിൽ നിന്നാണ് പിന്നീട് ബരുവുണ്ടല്ലോ, ഈ ഊയി അല്ലെങ്കിൽ ഓട്ടയുടെ ഇടയിൽ നമ്മൾ പന്നി അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ ഇവിടെ അതിൻ്റെ മാംസം വെക്കുക. ഈ ചൂട് കൊള്ളുമ്പോൾ അത് നല്ല ഉണങ്ങി വരും. ആ ഉണങ്ങിയത് ഇടിച്ച് പൊടിച്ചായിട്ട് നമ്മൾ കഴിച്ചാൽ നല്ല സ്വാദുണ്ടാകും. ആ അറിവ് നമുക്ക് കിട്ടിയത് ഇവരിൽ നിന്നാണ്. ഇവർ തീ കണ്ടുപിടിച്ചു. കല്ല് തമ്മിൽ വരച്ചുമ്പോൾ തീ കിട്ടി. ആ തീയിൽ വീണ മാംസത്തിന് നല്ല സ്വാദുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ മാംസത്തിന് അവരിതിനകത്ത് ഇടിച്ചിട്ട് കാട്ടിൽ നിന്ന് കിട്ടുന്ന കാട്ടുമുളകുണ്ട്, കുരുമുളക് തന്നെ ഒരു കാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്, കുതിരാങ്കൂട്ടാന്ന് പറയും. അതുപോലെ കാന്താരി, ഇതെല്ലാം കാട്ടിലുണ്ട മുളകാണ്. അതും ഈ തീയിൽ വീണ മാംസവും തമ്മിൽ അതിനകത്ത് ഇടിച്ച് പൊടിച്ച് അവർ കഴിക്കുന്നു. 3000 കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ കൊടക്കല്ലിൻ്റെ അടുത്ത് തന്നെ അടുത്ത് കാവുണ്ട്. ഇന്നവിടെ ഒരു കാവുണ്ട്, സർപ്പക്കാവുണ്ട്. അതുപോലെ ഈ കൊടക്കല്ലിൻ്റെ തൊട്ട് ഭാഗത്ത് അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് വയറെല്ലാം കാണുന്നില്ല. പിന്നെ അവരെ ബോഡി സംസ്കരിച്ച് അതിൻ്റെ അസ്ഥികൂടങ്ങളെല്ലാം ഒരു കലത്തിലാക്കി ഇതിനാണ് ജമ്മിമാറല്ലേ ആ കാലത്ത് ഇതാക്കിയത്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ വെക്കാൻ വേണ്ടി ഇതിന് കുടുക്ക കിട്ടിയിട്ടുണ്ട്. ചെറിയ മറ്റേ ഇപ്പം വെള്ളക്കാർ വന്നിട്ട് ഇതിനെ അഴിച്ചിട്ട് വൃത്തിയാക്കിയിട്ടുള്ള കൊണ്ടുപോയി ഇതിൻ്റെ പൊടി മണ്ണല്ല ആ കാലത്ത്. ഇതെല്ലാം അറിയണമെങ്കിൽ പഴയ ആൾക്കാരൊക്കെ അറിയും. കാടുകളിൽ സ്വസ്ഥമായി ജീവിച്ചിരുന്ന മലവേട്ടുവർ പിൽക്കാലത്ത് ജന്മി തമ്പ്രാക്കന്മാരുടെ അടിമകളായി മാറുകയും ഒരു നേരത്തെ ആഹാരത്തിനായി നെൽകൃഷി തൊഴിലായി സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു. അന്നു തൊട്ട് തുടങ്ങിയ ദുരിത ജീവിതം ഇന്നും അവസാനിച്ചിട്ടില്ല. അധികാരവർഗത്തിൻ്റെ അവഗണനയും ഇലക്ഷൻ കാലത്തെ വാഗ്ദാനങ്ങളായി മാത്രം ഒതുങ്ങിപ്പോകുന്ന വികസനങ്ങളും കാണേണ്ടി വരുന്ന, സ്വന്തം അവകാശങ്ങൾക്കു വേണ്ടിപ്പോലും യാചിക്കേണ്ടി വരുന്ന, നിറത്തിൻ്റെയും ഭാഷയുടെയും ജാതിയുടെയും പേരിൽ പോലും പരിഹാസരാകേണ്ടി വരുന്ന, പലപ്പോഴും പ്രാരംഭ വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. പണ്ട് നെൽകൃഷിയായിരുന്നു, അടിമകളായിട്ട് പണിയെടുത്തില്ല. ഇപ്പോഴും പിന്നെ പൊതുവെ അടക്കൂലി, മുളക് പൊരിക്കൽ, ആ കാലത്ത് കൃഷികളുണ്ടല്ലോ, ജന്മിമാർക്ക് ഇഷ്ടംപോലെ കൃഷികളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നെൽകൃഷി മെയിൻ ഉണ്ട്. അതിനുശേഷമാണ് കവുങ്ങ് വന്നു, തെങ്ങ് വന്നു. അപ്പോൾ ആ തൊഴിലിലേക്ക് മാറുന്നുണ്ട്. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞില്ലേ, തൊഴിൽ പറഞ്ഞാൽ ഈ വട്ടി മോഡൽ, പായ മോഡൽ, അത് മെയിനായിരുന്നു. തോട്ടിലുണ്ടാകുന്ന അതിനെടുത്തിട്ട് അത് പറഞ്ഞത്. കാരണം അത് നമ്മൾ സ്വയം വരുമാനത്തിന് വേണ്ടിയിട്ട് പിന്നീട് അത് മാറി. കാരണം കൃഷി മാറിയില്ല, നെൽകൃഷി മാറി. പിന്നീട് മെഷീൻ വരുന്നതനുസരിച്ചിട്ട് നമ്മുടെ തൊഴിലെല്ലാം ജമ്മിമാർ പറഞ്ഞ പോലെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഒരു ദിവസം പണിക്ക് പോയില്ല, ആ പണിക്ക് പോകാതെ അവനെ കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് കൂടെ പണിയെടുത്തു. പനി വന്നും കൂടെ കൊണ്ടുപോയിട്ട് പണിയെടുത്തു. തച്ചിട്ട് അന്ന് പണിയെടുപ്പിക്കുക. പണ്ടത്തെ പൈസ എന്ന് പറഞ്ഞാൽ 1 അണ 2 അണ 3 അണ 5 അണ ഇങ്ങനെയാണ് അണക്കണക്കാണ്. അപ്പോൾ പണ്ടത്തെ കണക്ക് പണ്ടത്തേത് അത് നെല്ലാണ് സംഭവം. ഒരാഴ്ച പണിയെടുത്താൽ ആണുങ്ങൾക്ക് 3 നെല്ല് 3 ഇടങ്ങായി നെല്ല്, പെണ്ണുങ്ങൾക്ക് 1 ഇടങ്ങായി 2 ഇടങ്ങായി നെല്ല് അങ്ങനെ കൊടുക്കും. ഇത് കുത്തിയിട്ടാണ് ഉരലിലിട്ടിട്ട് കുത്തിയിട്ടാണ് ഉരലില്ല
മരത്തോട് ഉണ്ടാക്കിയിട്ട് അവരിൽ കുത്തിയിട്ടാണ് അമ്മയല്ല നമുക്ക് ചോറും കറിയും തരുന്നത്. 6 മണിയാകുമ്പോൾ പണി മതിയാക്കിയാൽ 6 മണിയോളം പണിയെടുത്തോളൂ ജമ്മീരാടുന്ന ഒരു ചക്കയും കൂടെ നമുക്ക് ഇതിപ്പോൾ ചക്ക ഏതാർക്ക് പറിച്ചാൽ പറയില്ല. അപ്പോൾ ജമ്മീരാടിനെ ഇപ്പോൾ ചക്ക പറിക്കാൻ പറ്റില്ല. അപ്പോൾ ഭൂമത്താർക്ക് വിളിച്ച് ചോറിൽ അടി അവിടെ മേലെ പണിയെടുക്കുന്നത് എന്ന് പോയി നമ്മൾ പറിച്ചുകൂടാ. കാലിയൊക്കെ വെച്ചിട്ട് കൊടുക്കും. കാലിയാ ഒക്കുന്ന സമയം മൂർന്നിട്ട് ഒക്കുന്ന സമയത്ത് കാലിയൊക്കെ അതാണ് കൊടുക്കുന്നത്. കാലി. അപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ ഇവിടെ ജമ്മായി ഞങ്ങൾക്ക് ഈ വെളുപ്പായി. ഇത് കളക്കരകാര സ്ഥലം ഉണ്ടായത്. കളക്കല്ലേ ജമ്മി കളക്കരകാര സ്ഥലമൊന്നും ഇതിപ്പോൾ ഞങ്ങളെ കൈവശത്തിൽ ഇത് വന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതുവരെ ഈ നിരക്കെത്തി. ഇപ്പം നല്ല നിരക്ക് പോകുന്നുണ്ട്. അന്നേരത്ത് അവരെ വീടാത് വലിയ വീടല്ല. വീട്ടിൻ്റെ കളത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ നമുക്ക് പോയിക്കൂടാ. കുറേ ദൂരം നിൽക്കണം. ചോറും ഭക്ഷണം കൊണ്ടുവരുന്നത് പുറത്തേക്കാണ്, കളത്തിൻ്റെ പുറത്തേക്ക്. തലക്കിടുന്ന പാടെല്ലാം ചോറ് മേങ്ങുന്നത് കഞ്ഞി. ആ പാടവിടെ വെച്ചാൽ അങ്ങോട്ട് നീങ്ങണം. അപ്പം ചോറ് അഴകി ഇട്ടിട്ട് അത് ചോറൊന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവും. അവർ പോയ പിന്നെ തൊടാൻ പാടില്ല. തൊട്ടാൽ കുളിക്കണം. നിയമമുണ്ട്, തൊട്ടാൽ കുളിക്കണം. അങ്ങനത്തെ നിയമമാണ് പണ്ടത്തെ. എൻ്റെ അച്ഛനെ തയ്ക്കുന്ന കൂടെ നമ്മളെ കണ്ണും മുന്നേ കണ്ടില്ല. അത് കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ആക്കിയാൽ അന്ന് പിറ്റേ ദിവസം വിളിക്കും. ഒരു സുഖമില്ലാണ്ടാണ് പണിക്ക് പോകാതെ അതിനും അടി. അപ്പം അത്രയും നമ്മൾ ഇത് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ എൻ്റെ അച്ഛനും അമ്മേനെ ജീവിച്ചത്. നമ്മളെപ്പോഴും ഒരു അടിമ, പണ്ടത്തെ ഒരു അടിമനെ പക്ഷേ ഇപ്പോഴും അടിമകളാക്കിക്കാണ്. നമുക്ക് ആവശ്യകത ഉണ്ടാകും. നമുക്കില്ലെങ്കിൽ വീടോ അല്ല കുടിവെള്ളം നമ്മളെപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അവർ നടപ്പിലാക്കുകയും ചെയ്യില്ല, നടപ്പിലാക്കില്ല. കാരണം ഞങ്ങൾ വീണ്ടും അവർ പിറകിൽ നടക്കണ്ടേ. ഇവർ ട്രൈബലിൻ്റെ പേരും പറഞ്ഞിട്ട് വല്ല വോട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അറിയിക്കണമെങ്കിൽ നമുക്കൊന്ന് കിട്ടാതാണ്. ഇപ്പം ഇന്നും ഈ ഭാഗത്തെല്ലാം വീടൊന്നും ഇല്ല. ട്രൈബലിൽ മൊത്തത്തിലൊരു വീട് പാസ്സാക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ കളക്ടറിൻ്റെ മുഖേന കുറച്ച് ഒരു കോണി മൊത്തം അവർക്കൊരു വീട് പാസ്സാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ഒരു കോണിക്ക് വർഷത്തിൽ അല്ലെങ്കിൽ ഒരു വീട്, കാരണം ഒരു 10 വീട് എല്ലാ ആവശ്യക്കാരുണ്ടാവും. അപ്പോൾ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ പിന്നെ എല്ലാവർക്കും വീട് കൊടുക്കണം. കാരണം ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അത് അവർ ഘട്ടഘട്ടമായിട്ട് കുറേ വർഷങ്ങളാണ്. അപ്പോൾ നമുക്കതിൽ ഓരോ കൊല്ലം തോറും കുടുംബാംഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. കാരണം അവർ മക്കൾ വിവാഹം കഴിച്ചിട്ടാകുമ്പോൾ അവർ വേറെ വേറെ താമസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീടിൻ്റെ ആവശ്യകത ഇപ്പോൾ എല്ലാ കൊല്ലവും ഉണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്നത് ഒരു വീട് കിട്ടുമ്പോഴത്തേക്ക് അപ്പുറം 2-3 കുടുംബങ്ങൾ എക്സ്ട്രാ ആകും. അപ്പോൾ അവർക്കും അങ്ങനെ എണ്ണം കൂടിക്കൊണ്ടേ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നിലവിൽ ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, വീടിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ള കാര്യങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു അവസ്ഥയിലുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മളെ നല്ല രീതിക്ക് ഉണ്ടാക്കി നല്ലൊരു സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാത്തവരായിരിക്കാം ചിലപ്പോൾ. നമ്മൾ കോന്നിക്കാരെന്ന് പറഞ്ഞാൽ കോന്നിക്കാരനായി ജീവിക്കണം. പഴയ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ജീവിച്ചത്. മുടിയെടുക്കാൻ പോലും സാഹചര്യം ഇല്ലാത്ത അവസ്ഥ, സാമ്പത്തികവും ഇല്ലല്ലോ. കാരണം അന്ന് നമ്മൾ പണിയെടുത്തതിനനുസരിച്ച് നെല്ലാണ് കൂലി, ഭക്ഷണം ആ രീതിക്കാണ്. പിന്നെ കാട്ടിൽ നിൽക്കുന്ന കാട്ടുകിഴങ്ങുകളെല്ലാം തിന്നിട്ട് ജീവിച്ച ആൾക്കാരാണ് ജീവിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ പോലെ ചിക്കനും മറ്റൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ മലവീട്ട് എന്ന് പറയുന്നത് ആ പേര് വരാൻ കാണുന്നത് മലയിൽ താമസിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഈ മലവീട്ട് എന്ന് പറഞ്ഞാൽ ഈ കാലിയുടെ ആ സമയത്ത് കാലി മുറിക്കുന്ന ആൾക്കുന്നുണ്ട്. അവർ വലിയ വലിയ ഇറച്ചിയെല്ലാം മറ്റുള്ള ആൾക്കാരെ കഴിക്കുന്നത്. അതിൽ ഈ കോട്ടയിൽ അതിലില്ലേ ലിവർ കോട്ടയിൽ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നത്. കാരണം നമുക്ക് അതാണ് അർഹതപ്പെട്ടതെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ 6 മണിക്ക് മുമ്പേ അവിടെ കണ്ടത്തിലെത്തില്ലെങ്കിൽ അവർ കുറേ അടിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ ഒരു അമ്മ ഭക്ഷണം വെച്ച് ചട്നി ആക്കിയിട്ട് ഇങ്ങനെ ചൂടോടെ ഉണ്ടാക്കിയിട്ട് വിതുങ്ങിയിട്ട് പോയ സമയത്ത് അടുക്കെത്തുമ്പോൾ അത് ലാസ്റ്റ് പൊട്ടിച്ച് ആ പെണ്ണിന് മരിച്ച് ഒരു അമ്മ മരിച്ച് എന്നെല്ലാം പറയുന്നത് പണ്ടത്തെ ആൾക്കാർ നമ്മൾ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ പെട്ടെന്ന് ആൾക്ക് എത്തണം. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ചട്നി ഉണ്ടാക്കിയിട്ട് വയറിട്ട് വെള്ളത്തിൽ വിതുങ്ങി. പക്ഷെ അത് അടുക്കെത്തുമ്പോൾ ഈ ഉണ്ട പൊട്ടിച്ചാകുമ്പോൾ ചൂടായില്ലേ, അങ്ങനെ മരിച്ച ആൾക്കാരുണ്ട്. കാരണം അന്ന് പേടിയായിരുന്നു. കാരണം വെച്ചാൽ ആടെ കറ്റ് എത്തില്ലെങ്കിൽ അടിനെ മേടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര പേടിയായിരുന്നു ആ സമയത്തെല്ലാം. ഇപ്പോഴും കുറേ അയിത്തം കാണിക്കുന്ന ആൾക്കാർ. നമ്മൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അയിത്തം കാര്യങ്ങളുണ്ടായി. നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചർമാർക്കെല്ലാം ഒരു അയിത്തം ഉണ്ടായി. കാരണം വെച്ചാൽ അപ്പോൾ ആ സമയത്തെല്ലാം ഒരു ആണ് ഒരു പെണ്ണ് ആ രീതിക്കാണ് ഒരു ബെഞ്ചിൽ ഇരുത്തുന്നത് 4ാം ക്ലാസ്സിൽ നിന്നല്ല. അപ്പോൾ നമ്മൾ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ, അതായത് മാവേലി സമുദായമുണ്ട്, തുളു പറയുന്ന ആൾക്കാർ, അതുപോലെ നമ്മളെ മലവെട്ട് സമുദായക്കാർ. അപ്പോൾ അവരെ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരു പെണ്ണിനെ നമ്മുടെ സമുദായത്തിലെ ഒരു ആണിനെ ഇങ്ങനെ ഇടയിൽ നിർത്തും. പക്ഷേ നിങ്ങളെ പോലെ ജനറൽ ആൾക്കാരെ ഇടയിൽ നിർത്തിക്കുന്നത് കുറവാണ്.
കാരണം നമ്മൾ ആ സമയത്തുള്ള വസ്ത്രധാരണ മാറ്റമുണ്ട്. കാരണം നമ്മളിപ്പോൾ രാവിലെ പിന്നെ ചിലപ്പോൾ കുളിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. ചില സമയത്ത് നമ്മൾ തോട്ടത്തിൽ പോയിട്ട് കുളിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ തലയ്ക്ക് എണ്ണ തേക്കാൻ പറ്റാത്ത എണ്ണയില്ലാത്ത സാഹചര്യം ഉണ്ടാവും. കാരണം കറികളെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങനെ ചമ്മന്തി ആക്കിയിട്ട് ഇങ്ങനെ ഇലക്കറികളൊക്കെ വെച്ചിട്ട് പോകുന്നത്. കറിക്കൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ചട്നി ആക്കും. കാരണം അതിന് സ്പെഷ്യലായിട്ട് വേറെ കറി വേണ്ടല്ലോ. അപ്പോൾ എണ്ണ പോലും ഇല്ലാതെ നമ്മൾ തലക്ക് എണ്ണ തേച്ചാൽ നമ്മുടെ ഈ തല നല്ല കറുപ്പുണ്ടാവും എണ്ണ തേച്ചാൽ. അല്ലാതെ നമ്മൾ ആദ്യം ചണ്ടോട് ഉണ്ടാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ല കറുപ്പുണ്ടാവും. പക്ഷേ സ്കൂളിലൊക്കെ തിരുമ്പോൾ ചെമ്പ തലാവും. ഈ വെള്ളം ഇറങ്ങിയിട്ടേക്കുമ്പോൾ ചെമ്പ അപ്പോൾ എല്ലാവരും കുളിച്ചിട്ട്. കാരണം മുടിയൊന്നും എടുക്കാനുള്ള സാഹചര്യമില്ലല്ലോ. മുടിയെല്ലാം അങ്ങനെ വലിയ വലിയ പൊന്തിച്ചിട്ടുണ്ടാവും. ചെവിയിൽ മൂടിയിട്ടുണ്ടാവും മുടിയെല്ലാം. അപ്പോൾ ഈ എണ്ണ തേക്കാതിരിക്കുമ്പോൾ ഈ ചെമ്പ മണ്ണ് പിടിച്ച പോലെ മുടി ഉണ്ടാവും. അപ്പോഴത്തേക്ക് അവർ ഒറ്റ നോട്ടത്തിൽ ടീച്ചർമാർ മനസ്സിലാക്കുക. അവരുടെ വീട്ടിലെ സാഹചര്യം ഒന്നും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ മറ്റുള്ള വീടിൻ്റെ കുട്ടികളോട് എത്തിയാൽ അതൊരു കുളിക്കാത്തവൻ, അല്ലെങ്കിൽ കാസ്റ്റും വേറെ, ചിലത് ചെറാമാറെന്നെല്ലാം പറയും. നമ്മൾ മുമ്പല്ലേ ചെറാമാറ് പറയും. പക്ഷേ നമുക്ക് കുറച്ചിലാണ് ആൾക്കാർ മുമ്പിൽ അത് ചെറാമാറ്, മല വീട്ടുക അങ്ങനെ പറയുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊരു ജാതി പേര് പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷമമുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ഒരു കോളനിയിൽ ഇങ്ങനെ ഒരു വികസനം ഇല്ലാതെ ഇങ്ങനെ ഒരു കോളനിക്കാരായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പോകാൻ മടി കാണിക്കുന്നത് വെച്ചാൽ നമ്മളെ വീട്ടു സാഹചര്യങ്ങളാണ്. അവനത് ബുക്കുണ്ടോ അല്ലെങ്കിൽ ആടെ ഭക്ഷണമുണ്ടോ ബാഗുണ്ടോ ബുക്കുണ്ടോ ആരും ചിന്തിക്കില്ല. കാരണം കോളനിക്കകത്ത് വന്നിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാർ കുറവാണ്. അല്ല, നമ്മളൊരു കൂട്ടമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, അല്ല ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച ആൾക്കാർ എവിടെ പോയാലും കോളനി എന്ന് പറയുന്നത് ഒരു ഫാമിലിയിലത്തെ ആൾക്കാർ മൊത്തം ഒരു കോളനിയിൽ നിൽക്കും. കൂട്ടമായി ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. ഒറ്റയ്ക്ക് ജീവിക്കില്ല. ഒറ്റയ്ക്ക് ജീവിച്ചാൽ ആടെ അവന് ചിലപ്പോൾ പല രീതിക്കുള്ള വിമർശനം അല്ലെങ്കിൽ ചൂഷണങ്ങൾ നേരിടും മറ്റുള്ള ജനവിഭാഗത്തിൽ നിന്ന്. കാരണം അവർ പൊങ്ങച്ച് നിൽക്കുന്ന ആൾക്കാരല്ല. നമ്മൾക്ക് ഇപ്പോൾ ഇന്ന് പറഞ്ഞെങ്കിൽ അത് പറഞ്ഞ ശരിയെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരാണ്. കാരണം നമുക്ക് ചിന്തിക്കാനുള്ള ബോധമില്ല, വിദ്യാഭ്യാസം ഇല്ലല്ലോ. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞ് പറ്റിക്കാം. നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഇത് തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ വിശ്വസിച്ചു. അപ്പം നമ്മൾ വീണ്ടും പാർട്ടിക്ക് വയ്ക്കും. പരമാവധി നമ്മളെ വിദ്യാഭ്യാസം, കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ കോളനിയിൽ പിള്ളമാർക്ക് ഒരു വിദ്യാഭ്യാസം, കാരണം നമ്മളെ ഇങ്ങനെ ആയിപ്പോയി വിദ്യാഭ്യാസം ഇല്ലാതെ. ഇപ്പോൾ ഇവരുന്ന് സ്കൂളിൽ പോയിട്ടാണ് നമ്മളെ ഇങ്ങനെ ആയിപ്പോയി. നമ്മളെ മക്കൾ, നമ്മുടെ തലമുറകൾ നാളെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റണം എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ബുക്കും ഇല്ലെങ്കിൽ അത് നമ്മൾ സെറ്റാക്കി കൊടുക്കും. അതുപോലെ ആൾക്കാർക്ക് ബുക്ക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വണ്ടിക്ക് പൈസ ഇല്ല അങ്ങനെ നമ്മളെ സാഹചര്യത്തിൽ ചെയ്യും. പക്ഷേ ഇന്നും കുറേ സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ട്. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ പല ആൾക്കാർ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അവർ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പക്ഷെ നമ്മളിത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മുൻചടി. ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ നമ്മൾ ഇടുമ്പോൾ ഇവർ വരും, നീ എന്തിന് നമ്മുടെ കാര്യത്തിൽ ചിന്തിക്കുന്നതെന്ന് ചെയ്യും. അപ്പോൾ പൊതുവെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ മറ്റുള്ള കോളനിയിൽ നമ്മളെടുത്ത് നമ്മന്നെ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ഈ കോളനിയിൽ നല്ല രീതിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ് നമ്മുടേത്. അത്തരം വൈവിധ്യങ്ങളെല്ലാം നിലനിന്നു പോകേണ്ടതുണ്ട്. മലവേട്ടുവരും എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ട് തന്നെ ജീവിക്കേണ്ടതുണ്ട്. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരെ പുറം ലോകം അറിയുന്നതിനുള്ള ഒരു ചവിട്ടുപടി ആവട്ടെ ഈ ഡോക്യുമെൻ്ററി.